കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കും. എല്ലാ ദിവസവും രാവിലെ ഓവുലേഷൻ നടക്കുന്ന ആ ഒരു സമയം വരെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ കൺസീവ് ആകാനായിട്ട് ആ ഒരു ടിപ്പ് നിങ്ങളെ സഹായിക്കും കേട്ടോ. നിങ്ങളുടെ ആ ഒരു മെൻസ്ട്രേഷൻ തുടങ്ങുന്ന സമയം മുതൽ ഈ മാസം പീരിയഡ്സ് ആകുന്ന സമയം മുതൽ ഓവുലേഷൻ സമയം വരെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കാറ്റഗറിയിൽ പെടുന്ന തക്കോലത്തിനെ പറ്റിയിട്ടാണ്. സ്റ്റാർ അനൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സുഗന്ധ വ്യഞ്ജനം. ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം. നമ്മൾ തക്കോലം എന്ന് പറയുമ്പോൾ ഏകദേശം അറിയാലോ, നമ്മൾ ബിരിയാണിക്കും ചിക്കൻ കറിക്കും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ തക്കോലം എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. നമ്മുടെ ഈ കാറ്റഗറിയിൽ പെടുന്ന എല്ലാ സുഗന്ധ വ്യഞ്ജനങ്ങളും തന്നെ നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. ഗ്രാമ്പൂ ആണെങ്കിലും കറുവപ്പട്ടയാണെങ്കിലും അങ്ങനെ എന്താണെങ്കിലും തന്നെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒട്ടുമിക്കതും നമ്മളെ സഹായിക്കുന്നവയാണ്. ഇതുപോലുള്ള ടിപ്സൊക്കെ ഒരുപാട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ടച്ച് വുഡ് ഒരുപാട് ആളുകൾ നമ്മുടെ ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട് കേട്ടോ. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. അതിൽ നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ടിപ്സ് എടുത്തിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ തക്കോലത്തിന് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതിൽ ആൻറ്റി ഓക്സിഡൻസ് ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ ഉണ്ട്, സി ഉണ്ട്, കാൽഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അങ്ങനെ മാംഗനീസ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സും കിട്ടുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഇതിലുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഡൈജഷൻ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഡൈജഷൻ പ്രോപ്പറായിട്ട് നടന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരീരത്തിൽ ആക്ടിവിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. വയറിന് എന്തെങ്കിലും അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉള്ള ആളുകൾ, ദഹനം നടക്കാത്ത ആളുകൾ, 1-2 ദിവസം കൂടുമ്പോൾ മാത്രമേ മോഷൻ പാസ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് ഉള്ള ആളുകൾ ഡോക്ടറെ കണ്ടതിന് മെഡിസിൻ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇത് ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിക്ക് നിങ്ങളുടെ ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. വയറ്റിന് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും വയറ്റിന് പോകാനായിട്ട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഭക്ഷണം ദഹിക്കാത്ത പോലെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുണ്ടെങ്കിൽ ഈ ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഫൈബർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതും ഈ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നതും ഒക്കെ നല്ലതാണ് കേട്ടോ. മൂന്നാമതൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമുക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. PCOD ഒക്കെ ഉള്ള ആളുകൾ PCODയുടെ സമയത്തൊക്കെ പലർക്കും ശരീരഭാരം കൂടാനായിട്ടൊക്കെ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും PCOD, തൈറോയ്ഡ് പോലുള്ള ബുദ്ധിമുട്ടുകളുള്ള ആളുകൾ അതൊക്കെ ഒന്ന് റിഡ്യൂസ് ചെയ്തിട്ട് പ്രഗ്നൻസി നോക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത് ബോഡിയെ ഡിറ്റോക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. നമ്മുടെ മെറ്റബോളിസം, ഡൈജഷനും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഒരു ഡ്രിങ്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വയറൊന്ന് ഹെവി ആയിട്ടിരിക്കുന്നത് പോലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴേക്കും നമുക്ക് തൊട്ടടുത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്നത്, ഒരുപാട് തവണ ഭക്ഷണം വിശക്കുന്ന ആ ഒരു ടെൻഡൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ സ്കിൻ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. സ്കിന്നിൽ റാഷസ് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്രീ റാഡിക്കൽസിൽ നിന്ന് ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഏജിങ് ഉണ്ടാകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ചില ആളുകളെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പറയില്ലേ 40 വയസ്സ് 45 വയസ്സുണ്ടാകും, പക്ഷെ കാണുമ്പോൾ 30 പറയുള്ളൂ. അങ്ങനെ നമ്മുടെ ആ ഒരു ശരീരത്തിനെ ഏജിങ്ങിൽ നിന്ന്, പ്രായമാകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗറിൻ്റെ ലെവൽ ഇത് ബാലൻസ് ആക്കുന്നു. PCOD ഉള്ള ആളുകൾക്കൊക്കെ പലർക്കും ഷുഗർ ലെവൽ പെട്ടെന്ന് ഹൈക്ക് ആവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. PCODക്ക് ഒപ്പം നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇൻസുലിൻ്റെ അളവ് ശരീരത്തിൽ കൂടുന്നത്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പലർക്കും പ്രഗ്നൻസി സമയത്ത് കോംപ്ലിക്കേഷൻ ഉണ്ടാകും. അതുപോലെ ഷുഗർ ലെവൽ ഓൾറെഡി കൂടിയിരിക്കുന്ന ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളൊക്കെ പ്രഗ്നൻ്റ് ആകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഷുഗർ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇത് തക്കോലം എടുക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നത്
ക്യാൻസർ സെൽസ് ശരീരത്തിൽ ഡെവലപ്പ് ആവുന്നതിൽ നിന്ന് ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നൊരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഭയങ്കര ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് പലർക്കും അത് ക്യൂർ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. മാക്സിമം ക്യാൻസറിന്റെ ഒരു സെൽസ് ശരീരത്തിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഉണ്ട്. ഇത് സെല്ലിനെ ഫ്രീ റാഡിക്കൽസിൽ നിന്നും ഓക്സിഡേറ്റീവ് ഡാമേജിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതും അതുപോലെ തന്നെ ബാക്ടീരിയാസ് ശരീരത്തിൽ കടക്കുന്നതും അതുപോലെ തന്നെ ഇതുപോലെ ക്യാൻസർ സെൽസ് ഡെവലപ്പ് ചെയ്യുന്നതും ഒക്കെ ഇത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ റെസ്പിറേറ്ററി ഹെൽത്ത് ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചില ആളുകൾക്കൊക്കെ പെട്ടെന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അലർജീസ്, ആസ്മ, ബ്രോങ്കൈറ്റിസ്, കഫ് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അത് പറഞ്ഞിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ചുമ, ശ്വാസമുട്ടൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലർക്കും ഉണ്ടാവുന്നുണ്ട്. റെക്കറന്റ് ആയിട്ട് ഈ ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴേക്കും നമ്മൾ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കേണ്ടി വരുന്നു. ചില ആളുകൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് കേട്ടോ. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുകയും ഒപ്പം നമ്മുടെ ഒരു ശ്വാസപ്രവർത്തനങ്ങളെല്ലാം നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഇത് സഹായിക്കും കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ഉറക്കം നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് റിലാക്സേഷൻ തരുന്നതിന് വേണ്ടിയിട്ടും ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകൾ കൃത്യമായിട്ട് ഉറങ്ങാത്ത ആളുകളാണ്. ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ഉറങ്ങാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. കാരണം അടച്ചു കഴിഞ്ഞാൽ ഒരുപാട് ചിന്തകൾ വരുന്നു. നമ്മൾ ആലോചിക്കാതെ തന്നെ നമ്മൾ കിടന്നു കഴിഞ്ഞാൽ പോലും ഉറക്കം കിട്ടാത്ത അവസ്ഥ. ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. നമ്മുടെ ശരീരത്തിനെ ഒന്ന് റിലാക്സ് ആക്കി കൊണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടി മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. സ്ത്രീക്കും പുരുഷനും ഒക്കെ ഒരുപാട് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ്. ഇനി ഇതിൽ നിന്ന് സ്ത്രീകൾക്ക് മാത്രം ഉണ്ടാവുന്ന കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് നമ്മുടെ മെൻസ്ട്രേഷൻ റെഗുലർ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് എൻഡോമെട്രിയൽ ലൈനിങ്ങിന്റെ ഷെഡിങ് ഒക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സൈക്കിൾ ഓട്ടോമാറ്റിക്കലി തന്നെ റെഗുലേറ്റ് ആയി പോകുന്നു. എൻഡോമെട്രിയം കൃത്യമായിട്ട് ഷെഡ് ആകുമ്പോഴാണ് നമുക്ക് പീരിയഡ്സ് ഉണ്ടാകുന്നത്. എല്ലാവർക്കും തന്നെ അതിനെപ്പറ്റി അറിവുണ്ടാവുമല്ലോ. അത് പ്രോപ്പറായിട്ട് നടക്കാത്തത് കൊണ്ടും ഹോർമോൺസിന്റെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് വർക്കൗട്ട് ആവാത്തത് കൊണ്ടുമാണ് പലർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അത് റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും മെൻസ്ട്രേഷൻ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മെൻസ്ട്രേഷൻ ആകുന്ന സമയത്ത് ഹെവി ആയിട്ട് വേദന ഉണ്ടാകുന്ന ആളുകളുണ്ട്. ചിലർക്ക് നോർമൽ ആയിരിക്കും വേദന, പക്ഷെ മറ്റു ചിലർക്ക് പെയിൻ കില്ലറിനെയോ അല്ലെങ്കിൽ അവരുടെ ഒരു ദിവസത്തെയോ ഡിസ്റ്റർബ് ആകുന്ന രീതിക്കായിരിക്കും മെൻസ്ട്രേഷന്റെ പെയിൻ വരുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാകുമ്പോഴേക്കും ജോലിക്ക് പോകുന്ന ആളുകൾക്കൊക്കെ പീരീഡ്സിന്റെ ഫസ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ ലീവ് എടുത്തിരിക്കാനായിട്ട് പറ്റില്ല. അങ്ങനെ വരുമ്പോൾ പലരും പെയിൻ കില്ലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യാറുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് പ്രശ്നം എന്താണ് എന്നറിയാതെ നമ്മൾ പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ ഓരോ മാസവും പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതും ശരീരത്തിന് ഒട്ടും നല്ലതല്ല. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വേദന ഒന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് പീരീഡ്സിന്റെ ആദ്യ ദിവസം മുതൽ തന്നെ ഇത് എടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആ ഒരു വേദനയുടെ എഫക്റ്റ് ഒന്ന് കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പീരീഡ്സ് ആകുന്ന സമയത്ത് നിങ്ങളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ എഫക്ട് ചെയ്യുന്ന അത്തരത്തിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾ ഡോക്ടറെ കാണണം. എന്തുകൊണ്ടാണ് ഇത്രയും പെയിൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം. ഫൈബ്രോയിഡോ എൻഡോമെട്രിയോസിസോ അഡിനോമയോസിസോ പോലുള്ള എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടുപിടിക്കണം. എന്നിട്ട് ഡോക്ടർ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പെയിൻ കില്ലേഴ്സ് ഇടയ്ക്ക് എടുക്കുന്നത് കൊണ്ടൊന്നും പ്രശ്നമില്ല കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള പല ന്യൂട്രിയൻസ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയിട്ടുള്ള ഫെലോപ്പിയൻ ട്യൂബ്, യൂട്രസ്, അതുപോലെ നമ്മുടെ ഓവറീസ്, സെർവിക്സ്, വജൈന ഇങ്ങനെയുള്ള ഭാഗങ്ങളിലോട്ടൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കൂടിക്കഴിഞ്ഞാൽ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ആകുന്നതിന് വേണ്ടിയിട്ടും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും ഫെലോപ്പിയൻ ട്യൂബിൽ ബ്ലോക്കേജ് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനും അതുപോലെ സെർവിക്കൽ മ്യൂക്കസ് ക്വാളിറ്റിയോടുകൂടി പ്രൊഡ്യൂസ് ആകാനും വേണ്ടിയിട്ട് ഈ സിറ്റുവേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ സെർവിക്കൽ മ്യൂക്കസ് പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ ഓവുലേഷൻ സമയത്ത് പച്ചമുട്ടയുടെ വെള്ള പോലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്കുണ്ടാകും. ആ ഡിസ്ചാർജ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു പ്രോസസ്സ് എൻജോയബിൾ ആയിരിക്കും. ഒപ്പം ശരീരത്തിനകത്തേക്ക് എത്തുന്ന സ്പേം സെൽസിന് കൃത്യമായിട്ട് ശരീരത്തിനകത്തേക്ക് പ്രവേശിച്ച് സ്വിം ചെയ്ത് യൂട്രസിനകത്തേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടും ഫലോപ്പിയൻ ട്യൂബിനടുത്ത് എഗ്ഗിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷനും ശരീരം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ.
അതിനാണ് ഈ സെർവിക്കൽ മ്യൂക്കസ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഫെർട്ടിലിറ്റിയുടെ ബേസിലും നോർമലായിട്ടും കിട്ടുന്ന ബെനിഫിറ്റ്സ്. എല്ലാവരുടെയും കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ് ഈ തക്കോലം എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയം വരെ മാത്രം ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. ഓവുലേഷൻ കഴിഞ്ഞിട്ട് പലപ്പോഴും സ്പൈസസ് എടുക്കുന്നത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം സ്പൈസസ് എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് വാമാണ്, ചൂടുണ്ട്. നമുക്ക് ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ അതിൻ്റെ ഒരു ആവശ്യകത ഇല്ല. അതുകൊണ്ടാണ് ഓവുലേഷൻ കഴിഞ്ഞിട്ട് അത് യൂസ് ചെയ്യേണ്ട എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങളപ്പോൾ ഓവുലേഷൻ ടൈം വരെ, ഏകദേശം ഇത്രാമത്തെ ദിവസമാണ് ഓവുലേഷൻ വരുന്നത്, അതുവരെ എടുക്കുക. 2 തക്കോലം എടുത്തിട്ട് അത് കുതിർത്താൻ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. ഒരു 2 മണിക്കൂറോ 3 മണിക്കൂറോ മുമ്പ് ഒന്ന് കുതിർത്താനായിട്ട് വെക്കുക. then അതിൽ വെള്ളം തിളപ്പിച്ച് നമ്മൾ ഗ്രാമ്പു വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ തിളപ്പിച്ചിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെറും വയറ്റിൽ എടുക്കേണ്ട ആവശ്യമില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങളത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ജോലിക്ക് പോകുന്ന ആളുകളാണ് ഇത് കുടിച്ചിട്ട് പോകാനുള്ള നേരമൊന്നും ഇല്ല എങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് സ്നാക്സ് എന്തെങ്കിലും നമ്മൾ കഴിക്കുമല്ലോ. ഇൻ കേസ് നട്ട്സ് ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ ആ നട്ട്സ് ഒക്കെ കഴിച്ച് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം കുടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.